2024 കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരിക എന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ചോദിച്ച് വിളിച്ചിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്, നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമെന്ന് അറിയാൻ. ഞാനപ്പോൾ ചോദിച്ചു മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞത് മാർച്ച് ഏപ്രിലായിട്ട്, അവിടെ നിന്ന് കിട്ടിയ റിപ്ലൈ ആണ്, മാർച്ച് ഏപ്രിലായിട്ട് എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് പറഞ്ഞത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലാണ് പിന്നെ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളും അറിയാൻ പറ്റുക. എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് തന്നെ എക്സാം ഉണ്ടാകാം. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ചാനൽ കൂടിയിട്ടുണ്ട്, അതിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ലീഗൽ സ്റ്റഡീസും, കോൺസ്റ്റിറ്റ്യൂഷൻ ടോപ്പിക്ക് തന്നെ ഏകദേശം ഒരു 250ഓളം പേജുള്ള കോൺസ്റ്റിറ്റ്യൂഷനും, അതേപോലെ ലീഗൽ സ്റ്റഡീസ്, അതായത് ടോർട്ട്, കോൺട്രാക്റ്റ്, IPC, CRPC, ഇതെല്ലാമുള്ള അതൊരു 250 പേജുണ്ട്. അങ്ങനത്തെ 2 ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. GKയുടെ ഗൈഡ് നേരത്തെ തീർക്കണം എന്നായിരുന്നു പ്ലാൻ, അത് തീർന്നിട്ടില്ല, അതിപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ 2 ഗൈഡ് വേണ്ട സ്റ്റുഡൻസിന് ഇപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, അതിൽ വിളിച്ച് ഗൈഡ് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ GKയും പിന്നെ മാത്സ്, ഇംഗ്ലീഷും മാക്സിമം ഇപ്രാവശ്യം ഇറക്കാനുള്ള പ്രിപ്പറേഷനിൽ തന്നെയാണ്, ടൈം കിട്ടുന്നില്ല, അതാണ് കാര്യം. അപ്പോൾ ആ ഗൈഡുകൾ, ഇറക്കിയ ഗൈഡുകൾ വാങ്ങാൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഗൈഡുകൾ വാങ്ങാം. അതുപോലെ ഈ ചാനലിൽ ടോപ്പിക്കുകൾ കുറേ ടോപ്പിക്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓർഡറിൽ. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഏത് ടോപ്പിക്കാണെങ്കിലും, ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഞാൻ ഓർഡറിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസ് ഓർഡറിൽ കാണുക, നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ 2024 കേരള ലോ എൻട്രൻസ് എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും കറക്റ്റായിട്ട് കാണുക. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്രാവശ്യം വീഡിയോസ് കുറച്ച് കുറവായിരുന്നു, എന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. കോടതിയിൽ 2-3 കേസുകളിൽ എനിക്ക് എവിഡൻസിൻ്റെ സ്റ്റേജ് എത്തിയിരുന്നു, അതാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അതായത് നമ്മൾ കയറ്റി നിർത്തിയിട്ട്, സാക്ഷികളെ കയറ്റി നിർത്തി ചോദ്യം ചെയ്യുന്ന ആ രീതിയിലേക്ക് എനിക്ക് 2-3 കേസുകൾ എത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ക്രോസ് എക്സാമിനേഷൻ, അതിൻ്റെ ട്രിക്സ്, അതെങ്ങനെ നമ്മൾ അത് പ്രിപ്പയർ ചെയ്യണം, അത് ചോദിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പഠിക്കുന്ന തിരക്കിലായിരുന്നു ഈ മാസങ്ങളിലെല്ലാം. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാ സ്റ്റുഡൻസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നന്നായിട്ടിരുന്ന് പഠിക്കുക.